പാദപൂജ വിവാദത്തിൽ ഡിവൈഎഫ്ഐ ബിജെപി പ്രവർത്തകർ തെരുവിലേക്ക്. ആലപ്പുഴ നൂറനാട് വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിന് മുന്നിൽ ഇരുവിഭാഗവും പരസ്പരം മുദ്രാവാക്യം വിളിച്ചു. പോലീസ് ഇടപെട്ട് സംഘർഷം ഒഴിവാക്കി. വിവരങ്ങളുമായി ദേവൻ എം പി ചേരുന്നുണ്ട്. ദേവൻ, കേരളത്തിന് പരിചിതമല്ലാത്ത, ശീലിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു സംഭവിച്ചത്. ഒരു ജില്ലയിലല്ല, വിവിധ ജില്ലകളിലായാണ് ഇതുണ്ടായിട്ടുള്ളതും. ഇപ്പോൾ എവിടെയാണ് ഈ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നത്? അത് ശമിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിശദാംശങ്ങൾ. അഖില, ഇന്നലെയാണ് ആലപ്പുഴ നൂറനാട് എടപ്പോണുള്ള വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിൽ ഇത്തരത്തിൽ ഗുരുപൂർണിമ ദിവസവുമായി ബന്ധപ്പെട്ട് ഈ പാദപൂജ നടന്നത്. അതിൽ അധ്യാപകർക്ക് പുറമെ ബിജെപിയുടെ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് കെ കെ അനൂപ് നൂറനാട് പഞ്ചായത്ത് അംഗം കൂടിയാണ് ഇദ്ദേഹം. ഇയാളുടെ കാൽ കഴുകിയതായി ഇന്ന് രാവിലെ ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അതിനുശേഷം ഈ സംഭവം വലിയ വിവാദമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം ഡിവൈഎഫ്ഐ നൂറനാട് ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തിയത്. ഇത്തരത്തിൽ ഈ സ്കൂളുകളിൽ ഈ കാവ്യവൽക്കരണത്തിന് ശ്രമിക്കുന്ന കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ പ്രതിരോധിക്കുമെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജെയിംസ് സാമുവൽ ഇന്ന് രാവിലെ തന്നെ നമ്മളോടെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതും. ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നതിനിടെയാണ് ബിജെപിയുടെ ഒരു പ്രകടനവും ഈ സ്കൂളിന് മുന്നിലേക്ക് എത്തിയത്. ഈ വിവാദത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള അഡ്വക്കേറ്റ് കെ കെ അനൂപിനും ഒപ്പം തന്നെ സ്കൂളിനും പിന്തുണയുമായിട്ടാണ് ബിജെപി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഈ സ്കൂളിന് മുന്നിലേക്ക് എത്തിയത്. തുടർന്ന് ഇരുവിഭാഗവും പരസ്പരം മുദ്രാവാക്യം വിളിക്കുന്നതും അത് പരസ്പരം ഒരു കയ്യങ്കളിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായതോടുകൂടിയാണ് ഈ ഒരു കടുത്ത സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കാതിരുന്നത്. ഏറെ നേരം ഇരുവിഭാഗവും പരസ്പരം റോഡിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും അതിനുശേഷം ബിജെപി പ്രവർത്തകർ അവിടെ നിന്നും പിരിഞ്ഞു പോവുകയുമായിരുന്നു. വരും ദിവസങ്ങളിലും ഈ സ്കൂളിന് നേരെ ശക്തമായ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയും ഒപ്പം തന്നെ എസ്എഫ്ഐയും അടക്കമുള്ള ഇടത് യുവജന സംഘടനകളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. അധ്യയന ദിവസമായ തിങ്കളാഴ്ച സ്കൂളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് എസ്എഫ്ഐയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഇടത് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ അത്തരത്തിൽ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാൻ തന്നെയാണ് ഇപ്പോൾ ബിജെപിയുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ബിജെപി ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് നൂറനാട് ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ബിജെപിയുടെ ഭാഗത്തു നിന്നും പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങി ഈ ഒരു പ്രതിരോധം സംഘടിപ്പിക്കുന്നത്. അഖില.